നമ്മുടെ രാഷ്ട്രീയ രംഗം ആകെ ഡീൽ ആരോപണത്തിൽ കിടന്നു മറിയുകയാണ് അല്ലെ. ഡീൽ ആരോപണത്തിൽ തിരിച്ചടിയായി ജമാഅത്തെ ഇസ്ലാമി ലീഗ് കൂട്ടുകെട്ടാണ് LDF ഉന്നയിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് MK മുനീറിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായത് എന്നാണ് എളമരം കരീം ആരോപിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടാണ് മുനീറിന്റെ അയോഗ്യത. മുനീർ ഉയർത്തുന്ന രാഷ്ട്രീയം ലീഗ് ഉപേക്ഷിച്ചുവെന്നും ലീഗ് നേതൃത്വമാണ് മുനീറിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്നും എളമരം കരീം ആരോപിക്കുന്നു. ഡോക്ടർ MK മുനീർ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വമില്ല. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം. അവർ UDFനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ആദർശപരമായി ഐഡിയോളജിക്കലി കടുത്ത എതിർപ്പ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി വരാൻ പാടില്ലെന്ന് ആരാണ് വിലക്കിയത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അനാരോഗ്യ പ്രശ്നമൊന്നുമല്ല, അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. VS രഞ്ജിത്ത് തത്സമയം ചേരുകയാണ്. രഞ്ജിത്ത്, പ്രത്യേകിച്ചും MK മുനീറുമായി ബന്ധപ്പെട്ട് വളരെ വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും MK മുനീറിന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ എല്ലാവരും എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് MK മുനീറിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി? അത് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടാണോ എന്നൊരു ചോദ്യം CPMന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മധു, തീർച്ചയായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കൂടി കൊണ്ടുവരാൻ MK മുനീറിനെ ഒരു ടൂളായി CPM ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിക്കപ്പെടുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയെ സ്ഥാനാർത്ഥിയാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് INL നേതാവും കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ അഹമ്മദ് ദേവർകോവിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് CPM ഏറ്റെടുത്തിരുന്നില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധമെന്ന് പറയുന്ന ആരോപണം വീണ്ടും ഉന്നയിക്കുന്നത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീമാണ്. ഇത്തവണ അത് MK മുനീറിനെയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകെട്ടുണ്ടാക്കുകയും ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുകയും ആ സ്ഥാനാർത്ഥി പട്ടികയിൽ MK മുനീറിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഒഴിവാക്കിയത് ജമാഅത്തെ ഇസ്ലാമി നിർബന്ധിച്ചത് മൂലമാണ് എന്നുമാണ് എളമരം കരീം വാദമായി ഉന്നയിക്കുന്നത്. കാരണം MK മുനീറാണ് സ്ഥിരമായി ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാറുള്ളത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന MK മുനീർ ഇത്തവണ സ്ഥാനാർത്ഥിയായി വേണ്ട എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. അതുകൊണ്ട് ഇത്തവണ MK മുനീർ ഉണ്ടായില്ല. അനാരോഗ്യമല്ല കാരണമെന്നുള്ളതാണ്. UDF ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം എന്ന് പറയുന്ന രാഷ്ട്രീയ ആരോപണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചർച്ചയാക്കാൻ വേണ്ടി MK മുനീറിനെ അവർ ഉപയോഗിക്കുകയാണ്. അതേ ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ KM ഷാജിയെ ലീഗ് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല. കാരണം KM ഷാജിയും MK മുനീറും ഒരേ ശബ്ദത്തോടു കൂടി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന ലീഗ് നേതാക്കന്മാരാണ്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞപ്പോൾ വേങ്ങര സീറ്റ് കൊടുത്ത് KM ഷാജിക്കാണ് എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി വളരെ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിക്കുകയും UDFന് ആ പ്രഹരം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ CPM ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തെക്കൻ കേരളത്തിൽ ഹിന്ദു വോട്ടുകളുടെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ഏകീകരണം, വടക്കൻ കേരളത്തിൽ AP വിഭാഗത്തിന്റെയും മറ്റ് സുന്നി വിഭാഗങ്ങളുടെയും വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഈ രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയാണ് UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം CPM ആരോപിക്കാറുള്ളത്. ഈ നിയമസഭാ കാലത്ത് ആ ആരോപണം വീണ്ടും ഉന്നയിക്കപ്പെടുന്നു. ഡീൽ ആരോപണത്തിന് വളരെ ശക്തമായ ഒരു മറുപടിയായി ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം എന്ന് പറയുന്ന ബന്ധം മാറുകയാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.